ഞാൻ ഇന്ത്യ ബൈക്ക് ഡ്രൈവിങ്ങിലെ കുറച്ച് മിത്താണ് ബസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഈ പോലെ വെള്ളത്തിൽ പോകാനായിട്ടുള്ള ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഫോർച്യൂണറൊക്കെ നമുക്ക് എന്തോത്തിന് പോകും. ഫോർച്യൂണർ ഇവിടെ കാണാം. നമുക്ക് സൂപ്പർ അടിച്ചിട്ട് പോവാം. 224 വരെ സൂപ്പർ അടിച്ചിട്ട് പോകാം. മാസം കാണിച്ചിട്ട് പോകാം. എങ്ങനെയുണ്ട്? നമുക്ക് പോലീസുകാരന്മാരെടുത്ത് മാസം കാണിച്ചിട്ട് പോകണ്ട. നമുക്ക് സൂപ്പറാണെന്ന് മാസം കാണിച്ചേക്കാം. അമ്മച്ചേ എന്നെ കൊല്ലുന്ന സൂപ്പറാ. എനിക്ക് സൂപ്പർ എടുക്കാൻ ഞാൻ പോകും. അമ്മമാർക്കൊന്നും അറിയത്തില്ല. അറിയണോ കേസ്? അമ്മമാർക്കൊന്നും അറിയത്തില്ല. അമ്മമാരെങ്കിലും പണ്ട് ഇരിക്കും. സാഹിത്യ മിത്തെന്ന് പറയുമ്പം നമുക്ക് ജെറ്റ് പാക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ്. രണ്ടാമത്തെ മിത്ത് എയർപോർട്ടിലാണ്. നമ്മൾ 15 മിനിറ്റ് എടുക്കുന്നു. ഇവനെ ഞാൻ നിൽക്കാൻ മതിയായിരിക്കും. കൊണ്ട് വെടി വെക്കും. അതാണ് കണ്ടോ വെടി വെച്ചതിന് ശേഷം കണ്ടോ ഇത് പൊട്ടിത്തെറിക്കില്ല. അത് ഞാൻ പറഞ്ഞു. ആദ്യത്തെ മിസ്റ്റ് കൺഫേം. രണ്ടാമത്തെ മിസ്റ്റ് നമുക്ക് എയർപോർട്ടിൽ ചെല്ലണം. ഈ ജെറ്റാക്ക് എടുക്കുകയാണ്. സൂപ്പറെ അവിടെ ജെറ്റ്പാക്കിലാണ് മിത്ത് വർക്കാവുന്നത്. കറക്റ്റ് വലിയ പ്ലെയിനിൽ കയറുന്ന മിത്തുന്നത് അവസാനമായിരിക്കും. പിന്നെ അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് മിത്തില്ലേ, ആ മിത്ത് നിങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തോന്നാൻ സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ മിത്ത് ഒന്നുമില്ല, ഒരു ഗ്ലിച്ച് സംഭവിക്കും. ഇവൻ വണ്ടം പോണതുമില്ല. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടോ? ചെറ്റാക്കിനിങ്ങനെ കറക്കം തരില്ലേ? കണ്ടോ സ്ഥലം കണ്ടോ? എയർപോർട്ടിൽ കണ്ടുണ്ടോ? എയർപോർട്ടിന് മണ്ട ഇങ്ങനെ മിനിങ്ങിപ്പോൾ ഇടി വെട്ടുന്ന പോലെ മിനിങ്ങുന്നുണ്ട്. ചിലവരൊക്കെ കണ്ടു കാണും. നോക്കിക്കോ, ഞാൻ വേണമെങ്കിൽ പുറകോട്ട് മാറി കളിക്കാം. അവിടെ തന്നെ കണ്ടോ? എയർപോർട്ടിൻ്റെ ഇത് കണ്ടോ? ബ്ലിങ്കി പോകുന്നുണ്ടോ? നിങ്ങൾക്ക് ജെറ്റ്പാക്ക് കയറിയിട്ട് ഫ്രണ്ട് വ്യൂ ഇടണം. ജെറ്റ്പാക്ക് കയറുന്നതിന് മുമ്പ് ഫ്രണ്ട് വ്യൂ ഇടണം. എന്നിട്ട് എന്നിട്ടുണ്ടോ? നിങ്ങളെ കൈ കണ്ടോ? നിങ്ങള് വർക്കാവുന്നില്ല. അത് നേരത്തെ വർക്കാവുന്നു. ഞാൻ എൻ്റെ തെളിവ് ആദ്യമൊക്കെ മിത്ത് വർക്കായത്. അപ്ഡേഷൻ കണ്ട അവിടെ കോമ്പസ് ഇരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മിത്ത് ആദ്യം ഇത് വർക്കായതാണ്. ആദ്യം ഞാൻ കണ്ടായിരുന്നു. ഇത് ഞാൻ സൂപ്പർ എടുത്തിട്ട് വേറെ സ്ഥലം അവിടെ മിത്തോ ബസ്റ്റ് ഇതുവരെ ഒരു മിത്ത് നമ്മൾ ബസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ കണ്ടോ? ഇത് സൂപ്പറായില്ലേ? സൂപ്പർ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി മാസ് കാണിച്ച് പോകേണ്ട ആവശ്യമില്ല. വണ്ടി വിടുവാൻ പറ്റില്ല. നമുക്ക് ഹാരിയുടെ ഗരാജിൽ പോകാം. ഹാരിയുടെ ഗരാജ് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു. ഹാരി
ആര്യയുടെ ഗാരേജ് ഗേസ്. നമുക്കൊരു വേറൊരിതുണ്ട് ഗേസ്. നമ്മളിങ്ങനെ വണ്ടിയില്ലേ ഡോറ് പൊട്ടിക്കണം, എന്നിട്ടില്ലേ വണ്ടി കയറണം, എന്നിട്ട് ഇവൻ ഡോർ തുറക്കും ഗേസ്. ഡോർ ഇല്ലെങ്കിലും ഇവൻ തുറക്കും, ഇറങ്ങണം, എന്നിട്ട് ഡോർ ഇല്ലെങ്കിലും അവനെ അടയ്ക്കും ഗേസ്. ഇതൊരു മിത്താണ്, ഇത് കൺഫേമായി. ഇനി ആര്യയുടെ ഗരാജ്, ഇവിടെ ഒരു ഗരാജ് ഉണ്ടെന്ന് ചിലവർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഗേസ്? പുറയിലാരും വേറെ ഉള്ള ഗേസ്. പിന്നെ നമ്മളെ ഈ പണ്ടത്തെ വീട്ടിലില്ലേ ഇതൊക്കെ നമുക്ക് സുപ്രയുടെ കളറെല്ലാം ഒന്ന് മാറ്റി ചേഞ്ച് ഒക്കെ ഗരാജ് ചെല്ലുന്നതന്നെ ചേഞ്ച് ആക്കാനല്ലേ ഗേസ്. GTA പോലെ അല്ലല്ലോ ഗേസ് ഇവിടുത്തെ ഗരാജ്. നടക്കാനെല്ലാം പറ്റും, നല്ലൊരു ഗ്ലിച്ചൊക്കെല്ലാം ഉണ്ട് ഗേസ് ഈ ഗെയിമില്. നമുക്ക് ഫോൺ എടുക്കണം, കളർ ബ്ലാക്ക് കൊടുക്കാം സുപ്രയുടെ ഒരു സൂപ്പറ മാറ്റിയിട്ട് നമുക്ക് നീന്താൻ പറ്റുമോ? അതല്ലേ ആദ്യത്തെ വിത്ത് കൺഫേം ആയിട്ടുണ്ട്, മൂന്നാമത്തെ വിത്ത്, നാലാമത്തെ വിത്തും കൺഫേം ആയിട്ടുണ്ട് അല്ലെന്ന്. മൂന്നാമത്തെ വിത്ത് മൂന്നാമത്തെ വിത്ത് ഇവിടെ ഒരു ഗരാജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൺഫേം ആയിട്ടുണ്ട്. നാലാമത്തെ വിത്ത് ഞാൻ കാണിച്ചല്ലോ. ഈ ഡോർ ഇല്ലെങ്കിലും അവൻ ഡോറല്ല. സിം ചെയ്യാൻ പറ്റത്തില്ല, നോക്കും സിം ചെയ്യാനൊന്നും പറ്റത്തില്ല. കണ്ടോ സിം ചെയ്യാനൊരു പറ്റില്ല. ഇത് ആദ്യമൊക്കെ വർക്കാവുക, ഇപ്പം വർക്കാവുമെന്ന് ഒരു കളിക്കില്ല. എന്നിട്ട് സൈക്കിൾ കളിക്കണം നമുക്ക്. നേരെ ഇതിനകത്തോട്ട് കയറണം. എന്നിട്ട് കണ്ടോ ഇനി വെറുതെ ഇങ്ങനെ വളക്കണം, എന്നിട്ട് പുറകെ പോയിട്ട് പെട്ടെന്ന് കയറണം. സൈക്കിൾ പറ്റുമോ തോന്നില്ല, ഫ്രണ്ട് ക്യാമറ ഒന്നും ഞാൻ ചാർജിങ് നമുക്ക് അതിനകത്ത് പറ്റിയതൊന്നുമില്ല. ബൈക്ക് കളിക്കണമെന്ന് ഗേസ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗേസ്, ഇവനല്ലേ നമ്മൾ ടച്ച് ചെയ്യുന്ന പോലെ അല്ല ഗേസ് കൈ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലവർക്ക് മാത്രം അറിയാവുന്നൊരു കിച്ചാണ് ഉണ്ടോ. നമ്മൾ ഇവൻ്റെ കൈ നമ്മളിപ്പോൾ 0 ടച്ച് ചെയ്യുമ്പോൾ മാത്രം അവനെ ടച്ച് ചെയ്യും. 3 ടച്ച് നോക്കും, 0 ടച്ച് ചെയ്യും. അതാണ് ഇവൻ്റെ കൈ. ഉണ്ടോ ഇപ്പോൾ 0 ഞാൻ ടച്ച് ചെയ്യുമ്പോൾ 0 ടച്ച് ചെയ്യും. ഈ ബൈക്കിലായിരിക്കും ബൈക്കിൽ കയറി പിന്നെ ഇവർ പിടിക്കുന്ന നോക്കൂ, പിടിക്കുന്ന ചെയ്യുന്നത് കാണാൻ പറ്റില്ല. പെട്ടെന്ന് ഇറങ്ങണം, ഭയങ്കര ഫീൽ പോയിട്ട് ഇറങ്ങണം. കണ്ടോ സ്നീഡ് അവൻ കിടന്നു, നിങ്ങൾക്ക് ഫുള്ളും കൂടി കിടന്നു. കുറച്ച് നേരത്തേക്കുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോ ഇതിന് രണ്ടിനും നടുക്ക് പോയിരിക്കും. ഇതിനകത്തോട്ട് കയറണം, എടുത്തിട്ട് ഇതെല്ലാം പൊട്ടിത്തെറിപ്പിക്കും. ഇവിടെ ഇവനെന്താ വീഴുന്നേ, ഇത് വട്ടനാണ്. കുറച്ച് ഇവിടെയും ഒരു ഗരാജ് നിങ്ങൾ കണ്ടോ. ഇവിടെയും നമുക്ക് ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈക്കിൾ അടുത്ത വിത്ത് കൺഫേംഡായി. സൈക്കിൾ നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. പിന്നല്ലേ കേസ് നമ്മളൊരു ഗണ്ണെടുക്കണം. എന്നിട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ പിന്നെ ഫോൺ വെക്കണം. പിന്നെ ഗണ്ണ് തനിയെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സൂപ്പറായിട്ട് എടുത്തിട്ട് നമ്മളെ ഗരാജിലോട്ട് വേണ്ടി ഇത് സൂപ്പർ എടുത്തോണ്ട് കറങ്ങിയിട്ടെങ്കിലും വരാം. നമുക്കൊരു ബൈക്ക് വേണ്ടേ കേസ്. നമ്മൾ ഇവിടെ തന്നെ കേസ് നമ്മളിനി വീടാക്കുന്നത്. ഞാൻ വരുന്ന ബൈക്ക് എടുത്തിട്ട് പോവാം. നമ്മൾ ഇവിടെ തന്നെ വീട് വെക്കുമ്പോൾ എങ്ങനെയുണ്ട് കേസ് പൊളിയല്ലോ. നമ്മൾ 5 മിനിറ്റ് ചെയ്തോളൂ, ഞങ്ങൾ 15 മിനിറ്റ് ചെയ്യുന്നു. വേറൊരു മിറ്റുണ്ട് കേസ്.
സൂപ്പറാണ്, സൂപ്പർ എന്ന് വിളിക്കും. ഇനിയുള്ള മിത്ത് ചിലവർക്കൊക്കെ അറിയാവുന്ന ഒരു മിത്തായിരിക്കും. നമ്മൾ ഈ പഴയ വീട്ടിൽ തന്നെ നമ്മളിപ്പം ഒരു മിത്ത് ബസ്റ്റ് ചെയ്തിട്ടുണ്ട്. നശിപ്പിക്കുമെന്ന് തോന്നുന്നു. ആ കിളി പോകണ്ട, ഈ വിത്ത് നിങ്ങൾക്ക് പട്ട ബൈക്ക് ഇളങ്ങാൻ നടക്കട്ടെ ബൈക്ക് ഗരാജി പോകുന്നു. പഴയ വീട്ടിലേക്ക് മുമ്പിട്ട് അടുത്ത വിത്ത് എന്നാലും നടക്കുന്നത്. കാരണം നമുക്ക് വീടിൻ്റെ അകത്ത് വണ്ടി ഉണ്ട്. ഇവനിപ്പം ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, ഭയത്തിന് അവൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ഇവനെ ഗ്ലിച്ചാണോ കുറച്ച് ഇഷ്ടപ്പെടില്ല. ഗ്ലിച്ച് മാത്രം. അടുത്ത് നിങ്ങൾ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഇവിടെ കിച്ചനൊക്കെ ഉണ്ട്. ഇവിടെ കിച്ചണില്ല. നമ്മളെ ടെറസ് ഉണ്ട്. ശൗചാലയം, ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു ഗ്ലിച്ച് ഉണ്ട്. അറിയത്തില്ല. ഫാൻ ഓണായപ്പോഴും കറങ്ങി. നമ്മൾ പണ്ടത്തെ വീട്ടിലില്ലേ ഫാൻ ഓണെന്ന് കൊടുത്തേ പറ്റും. പക്ഷെ ഇതിനകത്ത് ഫാൻ ഓണെന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേറൊരു മിത്തുണ്ട്. നിങ്ങൾ RJ സ്റ്റൂൾ എടുത്ത് സിറ്റ് കൊടുത്താൽ മതി. അത് പണ്ടൊക്കെ വരുമെന്ന്, ഇപ്പം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. RJ സ്റ്റൂൾ എടുത്താലും വരുമെന്ന് തോന്നുന്നില്ല. അവിടെ കീബോർഡ് എടുത്ത് ആരും അവിടെ കൊണ്ടുവന്ന് വെച്ച് സിറ്റെന്ന് കൊടുക്കുമ്പോൾ ഇരിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ പരസ്യം നിർത്തിയതാണല്ലോ. പരസ്യം പറഞ്ഞത് ഇതെന്താണ്? ഇവിടെ നോന്ന് വരുന്നില്ലല്ലോ. നോ വരുന്നില്ല. ഒന്ന് വാടാ പെട്ടെന്ന്. അത്യാവശ്യമുള്ള സമയത്ത് നോ വരത്തില്ല, ആവശ്യമില്ലാത്ത സമയത്തൊക്കെ നോ വരും കേസ്. അതാണ് വന്ന് 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 കേസ്. കുറച്ച് സമയം കൂടെ ഉള്ളു കേസ്. വർക്കാവുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷൻ കാരണം അങ്ങനെ വർക്കാവശ്യമായിട്ട് ആറാമത്തെ ലിസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ബൈക്ക് സ്പോൺ ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് ഓടിക്കേണ്ടി. ഞാൻ ഏത് വണ്ടി ഓടിക്കുന്നൊക്കെ ഇവിടെ നമുക്ക് ബൈക്ക് സ്പോൺ ചെയ്യാം. സാധാരണ വീട്ടിലൊന്നും ബൈക്ക് ഓടിക്കാൻ പറ്റില്ല.